ഒന്നല്ല കുട്ടിയുടെ കാര്യം ആലോചിക്കണ്ടേ? എടുത്ത് ചാടിയിട്ട് ഓരോന്നങ്ങോട്ട് ചെയ്യാൻ. അവൾക്ക് വിവരമില്ലടാ. അവന് വിവരമുണ്ടോ? അവൻ കാണിച്ചു കൂട്ടി അവൻ അറിഞ്ഞൂടെ? ഇത് പിള്ളേളിക്കാനാ. എടാ പെണ്ണുങ്ങളുടെ ഭാവിയാണ് നോക്കണ്ടത്. അവന് തെക്കും വടക്കും നടന്നാലും ഒരു കാര്യമില്ല. അവനൊരു കുട്ടരും കാര്യം ഒന്നും ആലോചിക്കണ്ടേ? ഇവിളിപ്പോ കെട്ടുകിടക്കായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവനത് എഴുതരാവില്ലുള്ളൂ. നമ്മളിനി ഇത് ഇപ്പം അമ്മ ഇത്തിരി ഉറക്കെ പറഞ്ഞ അമ്മ അത് കേട്ട് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ബലം പിടിക്കും. പയ്യെ പറഞ്ഞാൽ മതി, നമുക്ക് കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളത്. നമ്മൾ ഈ തിരിച്ചറിവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ക്ഷമിക്കണേനൊരു പരിധിയില്ലേ? അല്ല, ഇതിപ്പം അവൾ ഇവിടെ നിൽക്കണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്കിപ്പോൾ ചിലവിനോട് ഞാൻ തന്നെയല്ലേ കൊടുക്കുന്നത്. എത്ര കാലം? പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കണക്ക് രണ്ടും രണ്ടായിട്ട് പോയാലേ കൊച്ചിൻ്റെ ഭാവി നോക്കണ്ടേ നമുക്ക്? കൊച്ചിനാരുണ്ട്? അച്ഛനെന്ന് പറയാൻ ആൾ വേണ്ടേ? അങ്ങനെ ആൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയാസിനെ കൂട്ടിക്കുക. നമ്മളിത് ഞാൻ പറഞ്ഞത് ചിലപ്പം അമ്മാവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതെങ്ങനെയും പറഞ്ഞൊന്ന് കോംപ്രമൈസ് ചെയ്യണം. അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മോള് വളർന്നു വരെയാണ്. ഇനി നാളെ ആളുകൾ കണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. അത് നീ ഇവള് എന്നും വീട്ടിൽ എന്നും നമുക്ക് ദോഷം വരുത്തിച്ചിട്ടുള്ളൂ. ഇഷ്ടത്തിന് ഇറങ്ങി പോയിട്ടുള്ള കാര്യമാണിത്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് നീ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഇപ്പം ഇന്നേരം തുടങ്ങിയതല്ലോ. എപ്പോഴുള്ള പണിയല്ലേ? ഞാൻ പറഞ്ഞോളാം. നീ എനിക്കിനി ദേഷ്യം വരും. ഇവിടുന്ന് രണ്ടെണ്ണത്തിന് ഞാൻ കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം, ഞാൻ എന്തായാലും പുറത്തേക്ക് പോകാം. അപ്പോൾ ഓഫീസിലേക്ക് പോവാണ്. അമ്മ ഒന്ന് മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം മനസ്സിലായില്ലേ? അത് അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഒരു തീരുമാനം ഉണ്ടാവണം. ചുമ്മാ നീ പൊക്കോ, ഞാനൊരു തീരുമാനത്തിലെത്തിക്കാം. അവള് അറിയാൻ ആദ്യം എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അത് പറഞ്ഞൊന്ന് നയപ്പെടുത്തി ഒരു രാവിലെ ഇറങ്ങിപ്പോകുന്ന തന്നെ ഇതാ കണ്ടാണ് ഇറങ്ങിപ്പോകും. ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. വീട് വന്ന ഇവിടെ വന്നിരിക്കേ. ഒരു നടക്കി പോവില്ല. അവൻ ഭയങ്കര വാശിയിലാടി. അതിനേലും വാശിയിലാണല്ലോ ഞാൻ. വാശിയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. അവൻ എന്തർത്ഥത്തിൽ ഈ വാശി പിടിക്കണേ? നീ കഷ്ടപ്പെട്ട് തെണ്ടിച്ച് അവന് ചെലവിന് കൊടുക്കുക, എന്നിട്ട് അവൻ പറയണ തെറി കേൾക്കുക, അവൻ തല്ലാനും കുത്താനും വരിക. അവന്റെ ചെലവിൽ നീയാണ് കഴിയണമെങ്കിൽ നീ പിന്നെ ഇതൊക്കെ സഹിക്കണല്ലോ അർത്ഥമുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത്, അങ്ങനെയാണെങ്കിൽ കടന്നു പോകാൻ പറ. അത്രേ ഉള്ളൂ. ഞാനും അത് തന്നെ പറയണേ, പുകഞ്ഞ കൊള്ളി പുറത്ത്. എനിക്കിനി വേണ്ട. അതിനപ്പുറത്തേക്കുള്ള വേറെ തീരുമാനങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ സംസാരിക്കാൻ പോയത് തന്നെ തെറ്റ്. അതിപ്പോ എടുത്തു ചാടി നീ ഓരോന്ന് ചെയ്തിട്ട് വരുത്തി വെച്ചല്ലേ. അങ്ങനെ ഒരു പറ്റെനിക്ക് പറ്റിപ്പോയി. അത് തിരുത്താൻ വേണ്ടിട്ടാ ഞാനീ നിക്കണേ. എടി ഞാനിത് മുമ്പേ ആലോചിച്ചതാ, പിന്നെ തക്ലീനെ ആലോചിച്ചിട്ടാണ്. എന്റെ കൊച്ചിന് ഒരു കുറവില്ലാതെ ഞാൻ വളർത്തും. എന്ത് ജോലിക്ക് പോയിട്ടാണെങ്കിലും ഞാൻ വളർത്തും. വാ കാപ്പി എടുത്ത് വെച്ച്. ഇപ്പൊ വരാടി വെച്ചേ. ഓരോന്ന് എടുത്തു ചാടി ചെയ്തിട്ട് അതാന്നേ. എന്തായാലും ഈ ബുദ്ധി ഒരു 15 കൊല്ലം മുമ്പ് നിനക്ക് തോന്നിയിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനെ. അതെങ്ങനെയാ അന്നേരം പറയണത്? പെണ്ണല്ലേ, ക്ഷമിക്ക്, കൊച്ചൊന്നായി പോയില്ലേ, ക്ഷമിക്ക് ക്ഷമിക്ക്. ഇത് തന്നെയല്ലേ എല്ലാരും ചുറ്റും നിന്ന് പറഞ്ഞു തരുന്നത്. ഇനി എനിക്കിത് ചുമക്കാൻ പറ്റില്ല. എത്ര നാളായിന്നറിയോ ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട്. പകുതി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ആരോടും പറയണില്ല. ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവിതമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നാ. എന്റെ അമ്മാവ എവിടെയാ? ഇവിടെ ഉണ്ടല്ലോ ഭാര്യയും ഭർത്താവും. അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ? അവൻ എന്ത് സ്നേഹമായിട്ട് അവളെ കൊണ്ടു നടക്കുന്നത്? എനിക്ക് അത്രയൊന്നും വേണ്ട. ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണന തരാൻ പാടില്ല എനിക്ക്. അമ്മാവനറിയാലോ, ഈ നാട് നീളെ ഈ മനുഷ്യനുണ്ടാക്കിയ കടമൊക്കെ പരിഹരിക്കേണ്ടത് ഞാൻ. എന്നോട് ഇങ്ങനെ കാണിക്കാൻ കൊള്ളാമോ? എന്നിട്ട് സ്വത്ത് മേടിച്ചിട്ട് വരാൻ. ആരോടെ പറയണ സ്വത്ത് മേടിച്ചിട്ട് വരാൻ? ആ മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ടോ സ്വത്ത്? ഒരു കണക്കിന് ഞാൻ ഭാഗ്യവാനാ. പെണ്ണ് കെട്ടാൻ ഞാൻ നന്നായുള്ളൂ. എന്നിട്ട് ഇപ്പൊ എന്താ തീരുമാനം? അത് പറ. തീരുമാനം ഇതേ ഉള്ളൂ. തങ്കത്തിന് ഇനി ക്ലീറ്റോനെ വേണ്ട.